because they don't compare themselves with humans. There's only one Zlatan. So you think that I'm done? Round Graham in towards Ibrahimovic! Who does it? That's what he's been brought in to do! I am Zlatan Ibrahimovic. ഒക്ടോബർ 3 സ്വീഡനിലെ മാൽമോ എന്ന പ്രദേശത്ത് ഒരു കുട്ടി ജനിക്കുകയായിരുന്നു. വളരെ മോശമായ ജീവിത സാഹചര്യത്തിൽ വളർന്നു വന്ന അവന് അറിയാമായിരുന്നു ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക വഴി പോരാട്ടമാണെന്ന്. വിശപ്പിനോടും ജീവിതത്തിനോടും തൻ്റെ വിധിയോടും പോരാടിയ ആ മാൽമോയിൽ നിന്നും വന്ന ആ പയ്യന് ഇന്ന് വയസ്സ് 40. ഇന്ന് അദ്ദേഹം ലോകത്തിലെ മോസ്റ്റ് ഡെക്കറേറ്റഡ് ആക്റ്റീവ് ഫുട്ബോളർ എന്ന വിശേഷണമുള്ള അവൻ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സ്ട്രൈക്കേഴ്സ് ഓഫ് ഓൾ ടൈമിൽ ഒരാളുമായിരിക്കുന്നു. 31 ട്രോഫികൾ, 570 പരം ഗോളുകൾ, യൂറോപ്പിലെ പേരുകേട്ട എല്ലാ ലീഗുകളിലും കളിക്കുക എന്ന അപൂർവ ബഹുമതിയുമുള്ള അവന്റെ കണ്ണുകളിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന തീയുടെ രഹസ്യം അറിയണമെങ്കിൽ ഒരു 40 കൊല്ലം കൂടി പുറകോട്ട് പോണം. അപ്പോൾ നമുക്ക് തുടങ്ങാം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് എന്ന മോസ്റ്റ് കോംപ്ലക്സ് ഫുട്ബോളറിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക്. ദ ബോയ് ഫ്രം മാൽമോ. തന്റെ വലിയ മൂക്കിനെ കുറിച്ച് വിഷമിക്കുന്ന ഇബ്ര ദാരിദ്ര്യം ഉച്ചസ്ഥായിലെത്തിയ ഒരു കുടുംബത്തിലായിരുന്നു ജനിച്ചത്. മാൽമോയിൽ താമസിക്കുന്ന അവന്റെ ഫുൾ കുടുംബം തന്നെ ക്രൈമിന്റെ വിളനിലമായിരുന്നു. സ്ലാറ്റനിലും ആദ്യകാലങ്ങളിൽ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പോക്കറ്റ് അടിയും ബൈക്ക് മോഷണവും സ്ഥിരമാക്കിയ സ്ലാറ്റൻ ഉച്ചഭക്ഷണത്തിന് മാത്രമായിരുന്നു സ്കൂളിൽ പോയിരുന്നതും. 6-ാം വയസ്സിൽ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയ ഇബ്രയ്ക്ക് സാക്ഷാൽ റൊണാൾഡോ നസാരിയോയെയും ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയെയും പെരുത്തിഷ്ടമായിരുന്നു. ഐ ആം സ്ലാട്ടൻ എന്ന പുസ്തകത്തിൽ മാൽമോയിലെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി. മിഡിൽ ക്ലാസ് കിഡ്സുമായി ഫുട്ബോൾ കളിക്കുമ്പോൾ അവരെന്നെ കളിയാക്കിയിരുന്നു. എനിക്ക് ജേഴ്സിയും ബൂട്ടും വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തതിനാൽ മുഷിഞ്ഞ ഡ്രസ് ധരിച്ചുകൊണ്ടായിരുന്നു ഫുട്ബോൾ കളിച്ചിരുന്നത്. ഈ കളിയാക്കലുകൾ ശരിക്കും എനിക്ക് ഒരു മോട്ടിവേഷനായി മാത്രമേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയങ്ങളിൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയുമായിരുന്നു, വൺ ഡേ ഐ വിൽ ഷോ ദം ഹു ഐ ആം, നോബഡി ക്യാൻ സ്റ്റോപ്പ് മീ. ആ ഒരു സംഭവത്തിൽ നിന്നും കാൽപന്തിനെ തന്റെ വിധിയെ മാറ്റാനുള്ള ആയുധമാക്കി ഇബ്രാഹിമോവിച്ച് പിന്നീട് മാറ്റുകയായിരുന്നു. അവൻ അതിലൂടെ മനസ്സിലാക്കിയ ഒറ്റ ഒരു കാര്യം ഇതായിരുന്നു: ദ വേൾഡ് ക്യാൻ ബി കോൾഡ് ക്രൂവൽ പ്ലേസ്, but with soccer ball at his feet, Ibrahimovic could make that world bend to his will. പിന്നീട് നടന്നത് വിധിയെ പോലും വിറപ്പിച്ച ഒരു അധ്യായത്തിന്റെ തുടക്കത്തിനായിരുന്നു. Giving up is never an option. Don't ever obey the need to stop. Oh my God, an insane goal! I've just seen the most insane goal I have ever seen on a football pitch.
1996 മാൽമോ FC വേണ്ടി ഫസ്റ്റ് കോൺട്രാക്ട് സൈൻ ചെയ്ത സ്ലാട്ടൻ 1999 ആയപ്പോഴേക്കും സീനിയർ ടീമിനു വേണ്ടി ബൂട്ട് കെട്ടുകയായിരുന്നു. 17-കാരനായ സ്ലാട്ടന്റെ മാൽമോ FC പ്രകടനം ആഴ്സണൽ മാനേജറായിരുന്ന ആഴ്സൻ വെങ്ങറുടെ ഉൾപ്പെടെ പല യൂറോപ്യൻ മാനേജേഴ്സിന്റെയും നോട്ടപ്പുള്ളിയാക്കുകയായിരുന്നു. ആഴ്സണലിൽ ട്രയൽസിന് ക്ഷണം വന്നെങ്കിലും സ്ലാട്ടൻ 17-ാം വയസ്സിൽ അത് നിരസിച്ചുകൊണ്ട് പറഞ്ഞു, സ്ലാട്ടൻ ഡസൻറ്റ് ഡു ഓഡിഷൻ. ഈ ഒരു സംഭവം അറിഞ്ഞുകൊണ്ട് 8.7 മില്യൺ യൂറോയുടെ ഡയറക്റ്റ് ഓഫറുമായി യൂറോപ്യൻ വമ്പന്മാരായിരുന്ന അജാക്സ് 2001 ഇബ്രയെ സൈൻ ചെയ്യുകയായിരുന്നു. അജാക്സിൽ റൊണാൾഡ് കോയ്മാന് കീഴിൽ മിന്നിത്തിളങ്ങിയ സ്ലാട്ടന്റെ കരിയറിന്റെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് കാരണമായ ഒരു ഗോൾ പിറവിയെടുക്കുകയായിരുന്നു. 2004 NSC ബർഡ എന്ന ടീമിനെതിരെ 5 ഒപ്പോസിഷൻ പ്ലെയേഴ്സിനെയും വകഞ്ഞു മാറ്റി നേടിയ ആ ഗോൾ യൂറോ സ്പോർട്സ് ഗോൾ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ ആ ഗോൾ കണ്ട് കമന്റേറ്റർമാർ അലറി വിളിക്കുകയായിരുന്നു. We just witnessed a mix of Diego Maradona and Zinedine Zidane on the pitch. അങ്ങനെ ലോകം വിറ്റ്നസ് ചെയ്ത ആ ഗ്രേറ്റ്നെസ്സിനൊപ്പം സ്ലാട്ടന്റെ മറ്റൊരു മുഖം കൂടി ലോകം ആ മാസത്തിൽ കാണുകയുണ്ടായി. നെതർലൻഡിനെതിരെ നടന്ന ഇന്റർനാഷണൽ മാച്ചിൽ അജാക്സ് ടീമേറ്റ് ആയിരുന്ന റാഫേൽ വാണ്ടർവാട്ടിനെ ക്രിട്ടിക്കലായി ടാക്കിൾ ചെയ്ത ആ ഫൗൾ പിന്നീട് മനഃപൂർവ്വമായിരുന്നു എന്ന വെളിപ്പെടുത്തൽ സ്ലാട്ടനിലുള്ള ഗുഡ് ആൻഡ് ഇവിൾ കോംബോയുടെ ഒരു സൂചനയായിരുന്നു. Wait for the next chapter.